നമസ്കാരം. നമ്മൾ ഇന്ന് നെന്മാറയിലാണുള്ളത്. പാലക്കാട്ടെ നെന്മാറ. പാലക്കാട് ജില്ലയെ അടയാളപ്പെടുത്തുമ്പോൾ വേലകളുടെയും പൂരങ്ങളുടെയും വെടിക്കെട്ടിൻ്റെയും ഒക്കെ നാടായിട്ട് അടയാളപ്പെടുത്തുന്ന നെന്മാറയിലാണ് നമ്മളുള്ളത്. നെന്മാറയിൽ ഇന്ന് നമ്മുടെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയുണ്ട്. ഇൻട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥിയുണ്ട്. സാമൂഹ്യനീതി വകുപ്പിന്റെ PO പ്രൊബേഷണറി ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ 2ാം റാങ്ക് നേടി എൻട്രിയുടെ അഭിമാനമായിട്ട് മാറിയ വിസ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് വിസ്മയുടെ വിശേഷങ്ങൾ, ഈ റാങ്ക് ലിസ്റ്റിൽ നേടാൻ കാരണമായിട്ടുള്ള പ്രചോദനവും കാര്യങ്ങളും ഒക്കെ വിസ്മയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം വിസ്മയ. വിസ്മയുടെ ആദ്യത്തെ PSC പരീക്ഷയാണ്. ആദ്യത്തെ PSC പരീക്ഷയിൽ തന്നെ 2ാം റാങ്ക് നേടിയിട്ടാണ് വിസ്മയ വിജയം കുറിച്ചിരിക്കുന്നത്. 1ാം റാങ്കുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 മാർക്കാണ്. ആ 1 മാർക്കിലാണ് 2ാം റാങ്കിലേക്ക് മാറിയിരിക്കുന്നത്. വളരെ വലിയൊരു വിജയമാണ്. ഇതില് ഈ എൻട്രിയിലേക്ക് എങ്ങനെയാണ്, എൻട്രിയുടെ കോഴ്സിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? എൻട്രിയുടെ ഗോൾഡ് ബാച്ച് സ്റ്റുഡന്റ് ആണ് വിസ്മയ. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഈ ഒരു PO പോസ്റ്റ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാം നമ്മളെ കൈയൊഴിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ല, നമുക്കത് പറ്റില്ല, ഇത്ര കുറച്ച് വേക്കൻസീസേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് അത്രത്തോളമേ വരുള്ളൂ അവർക്ക്. അപ്പോൾ പക്ഷേ എൻട്രി എനിക്കിത് ഒരു ഓൺലൈൻ മീഡിയ വഴിയാണ് ഇത് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതുവഴി ഞാൻ എൻട്രിയെ കോൺടാക്ട് ചെയ്തു. ഗോൾഡ് ബാച്ചിൽ തന്നെ ആദ്യം തന്നെ എൻറോൾ ചെയ്തു. ഒപ്പം ഉണ്ടായിരുന്നത് ബെറ്റി മാം ആയിരുന്നു ഞങ്ങളുടെ മെന്ററായിട്ടുണ്ടായിരുന്നത്. ആളും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് മാമിനെയൊക്കെ. ലൈവ് ക്ലാസ്സുകൾ ചോദിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഡൗട്ടുകൾ ചോദിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡേയുടെ എൻഡിൽ തന്നെ നമുക്ക് അതിനൊരു റിപ്ലൈ ബെറ്റി മാം തന്നിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇൻട്രോടൊപ്പം. അത് ഗോൾഡ് ബാച്ചിൽ ചേർന്നപ്പോൾ തൊട്ട് ഇന്റർവ്യൂ കഴിയുന്നത് വരെ, തലേന്ന് മോക്ക് ഇന്റർവ്യൂ വരെ, കാവ്യ മിസ്സിനെയൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കുന്നു. മാം ആ ഒരു തലേന്ന് വരെ നമുക്ക് മോക്ക് ഇന്റർവ്യൂ തരുന്നു, അത് അറ്റൻഡ് ചെയ്യുന്നു, അതിന് എന്തൊക്കെയാണ് നമുക്ക് മോഡിഫിക്കേഷൻ വരുന്നതെന്ന് മാമിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അതൊക്കെ ഭയങ്കര ഒരു അസറ്റ് ആയിരുന്നു എനിക്ക്. ഇപ്പൊ ആലോചിക്കുമ്പോൾ മിസ്സിന്റെ ക്ലാസ് എല്ലാം നമ്മൾ ഒരുപാട് മിസ് ചെയ്യും. കാവ്യ മിസ് ആണെന്നുണ്ടെങ്കിൽ എൻട്രിയെ സംബന്ധിച്ച് എൻട്രി എപ്പോഴും മുന്നോട്ട് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ച് ആണ് ഈ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്. ഗോൾഡ് ബാച്ച് നമ്മൾ അത്രയും പേഴ്സണൽ മെന്റർഷിപ്പ് കൊടുത്തിട്ട്, അങ്ങനെ ഇൻഡിവിജ്വൽ കെയർ കൊടുത്തിട്ടാണ് ഓരോ ഉദ്യോഗാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു അനുഭവം ഗോൾഡ് ബാച്ചിൽ എടുത്തത് കൊണ്ടുള്ള ഒരു ഗുണം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് നമുക്ക് ഇതുവഴി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻട്രി വഴി ഓരോ ദിവസവും നമ്മളെ വിളിക്കും. ബെറ്റി മാമയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിരന്തരം കോൾ ചെയ്യും. മോളെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല, അറ്റൻഡ് ചെയ്യൂ. പിന്നെ എൻട്രി ആപ്പിന്റെ പല ഫീച്ചേഴ്സും മിക്കവർക്കും അറിയാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വ്യക്തമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ നമുക്കൊരു വിജയം ഉറപ്പാണ്. ഇപ്പോൾ മോക്ക് എക്സാം ആണെന്നുണ്ടെങ്കിലും അല്ലാതെ ലൈവ് എക്സാംസ് ആണെങ്കിലും ഞാൻ ഒരു എക്സാമും മിസ് ചെയ്തിട്ടില്ല. എക്സാമിന്റെ ഒരാഴ്ച മുന്നേ വരെ എല്ലാ എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് എക്സാമിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലീഡർ ബോർഡ് വരുമല്ലോ. അപ്പോൾ അതിൽ മുന്നോട്ട് വരിക എന്നുള്ള ആ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡും എൻട്രി വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും വളരെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് ആപ്പിന്റെ ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എൻ്റെ BSc എന്ന് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത് BSc കെമിസ്ട്രിയാണ്. ഇവിടെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് NS കോളേജ് നെന്മാറയിൽ. അതിനുശേഷം PG ഞാൻ കോട്ടയം ശ്രീ ശബരീഷ കോളേജിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. MSW സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ആൻഡ് സൈക്കാട്രിയിലാണ്. കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി. നമുക്ക് 11 പേരാണ് ഈ ഒരു സ്റ്റേറ്റ് ലെവൽ റാങ്ക് ലിസ്റ്റിലുള്ളത്. ആ 11 പേരിലാണ് 2ാമത് എത്തിയിരിക്കുന്നത് വിസ്മയ. എന്ത് പറയുന്നു വീട്ടുകാർ, അച്ഛനും അമ്മയൊക്കെ എന്ത് പറയുന്നു? ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്. അനിയന്റെ പേര് ഗിരീഷ് എന്നാണ്, അമ്മയുടെ പേര് യശോദ, അച്ഛന്റെ പേര് ഗുരുവായൂരപ്പൻ എന്നാണ്. അനിയൻ ഇപ്പൊ BEd ആണ് ചെയ്തിരിക്കുന്നത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ എന്ത് ചെയ്യാൻ നിന്നാലും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒപ്പം നിൽക്കുന്നു. ഈ ഒരു വിജയം എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കല്ല, എൻട്രി ഒപ്പം ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ പാരൻസ് ആണെന്നുണ്ടെങ്കിലും അനിയനാണെന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. മോർ ദാൻ ദാറ്റ് എൻ്റെ വുഡ് ബി ആളുടെ പേര് അനൂപ് എന്നാണ്, സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആളും വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടീവായിട്ട് എൻവയോൺമെന്റും പ്ലസ് എൻട്രിയും കൂടെ ആകുമ്പോഴാണ് എൻ്റെ ഒരു വിജയത്തിന്റെ തിളക്കം ഒന്നുകൂടെ കൂട്ടുന്നത്. അപ്പൊ ഇത് ഒരു ഡബിൾ സന്തോഷമാണ്. ഒരു വിവാഹ നിശ്ചയ തീരുമാനവും ജോലി കിട്ടുന്നതും ഒക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. എൻട്രിയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ ഞാൻ പറയാൻ കാര്യം, എൻട്രി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ചില ആളുകൾ പൊതുവെ പറയാറുണ്ട് ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പോകുന്നതാണ് പലപ്പോഴും PSCക്ക് നല്ലത്, ഓൺലൈനിൽ എങ്ങനെ പഠിക്കാം എന്നുള്ള സംശയങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. ഈ ഓൺലൈനിൽ മാത്രം ഇരുന്ന് പഠിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റാങ്ക് കിട്ടിയത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ശരിക്കും ഓൺലൈനിൽ പഠിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല, ബുദ്ധിമുട്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ടൈം സേവിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജി അതാണ്. ഇപ്പോൾ പുറത്ത് പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറേ സമയം പോവാറുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എൻട്രിയുടെ റെക്കോർഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും ഹെഡ്സെറ്റ് വെച്ചിട്ടൊക്കെയാണ്. ഇപ്പോൾ എന്തെങ്കിലും പണിയുടെ അടിയിൽ കൂടെ ആണെങ്കിലും നമ്മളത് കേൾക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഈ ഒരു സിലബസിനകത്ത് ഉണ്ടായിരുന്നു.
അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളതായിരുന്നു. അതിന് തന്നെ നമ്മുടെ എൻട്രിയുടെ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈവ് ക്ലാസ് മഹിമ മിസ്സിന്റെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻട്രിയുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് എനിക്ക് അത് തന്നെയാണ്. കാരണം നിങ്ങളിപ്പോൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിലും എൻട്രി അപ്രോച്ച് ചെയ്താൽ എൻട്രിയുടെ കയ്യിൽ അതിനുള്ള മെറ്റീരിയൽ ഉണ്ടാവും, ഫാക്കൽറ്റീസ് ഉണ്ടാവും, അതിനുള്ള ഒരു കോഴ്സ് അവരുടെ കയ്യിൽ ഉണ്ടാവും. അതാണ് ഞാൻ എൻട്രിയിൽ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അപ്പോൾ എൻട്രിയുടെ പ്രിയപ്പെട്ട അധ്യാപകര് ഇപ്പൊ ഇത് വളരെ സന്തോഷമാണ്, എല്ലാവർക്കും നേരിട്ട് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവരൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം നമ്മളെ സംബന്ധിച്ച് റാങ്ക് കിട്ടിയ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ബ്രാൻഡ് അംബാസഡറാണ്. അവരോട് എന്തെങ്കിലും നേരിട്ട് പറയാനുണ്ടെങ്കിൽ വിസ്മയ്ക്ക് പറയാം. അതെ, നമ്മുടെ സോഷ്യൽ വർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും സൈക്കോളജിയുടെ ആണെന്നുണ്ടെങ്കിലും എല്ലാ ഫാക്കൽറ്റീസും, അനീഷ് സാറ്, സെബാസ്റ്റ്യൻ സാറ്, പ്രത്യേകിച്ച് കാവ്യ മിസ്സൊക്കെ റിസർച്ചിൻ്റെ പേപ്പറായിരുന്നു നമുക്ക് എടുത്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. മിസ്സിനൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്താലും മതിയാവുകയല്ലേ. ലൈവിലാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ വന്നിട്ട് മിസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മോക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഭയങ്കര ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോഴൊക്കെ. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പത്മശ്രീ മാം ഉണ്ട്, എല്ലാം അടിപൊളി ക്ലാസ് ആയിരുന്നു എൻ്റെ. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രഞ്ജിത്ത് സാറൊക്കെ, സാറുടെ ആ ഒരു റിനൈൻസസ് ക്ലാസ് ഒക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയി കണ്ടിട്ട് തന്നെയാണ് എനിക്കത് മനസ്സിൽ എപ്പോൾ ചോദിച്ചു വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഉള്ളിൽ ഉണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത ശ്യാം സാറ്, എല്ലാവരോടും അവരൊക്കെയാണ് എനിക്ക് അതിനോട് ഇഷ്ടം കൂട്ടാൻ ഇവരൊക്കെ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട് ഇതിൽ. PSC പഠിക്കുന്ന എല്ലാ ആസ്പിരൻസിനും എൻ്റെ ഒരു ഓൾ ദ ബെസ്റ്റ് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ 100% ഇട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസിപ്ലിനറി ആയിട്ട് ഇരുന്ന് പഠിക്കുക. വിജയം നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. എന്നെ ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ച എൻട്രി ടീമിനും അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്.